ഒരു പദ്ധതിയുണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് EWUL എന്നാണ്. എന്താ അത് ഇംഗ്ലീഷിലെ 4 അക്ഷരമാണ്, പക്ഷെ അതിനൊരു വലിയ അർത്ഥമുണ്ട്. ഏൺ വൈൽ ലേൺ. എന്ത് ഏൺ വൈൽ ലേൺ എന്ന് പറഞ്ഞാല് അതിൽ പാഠശാലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഭൗതിക പശ്ചാത്തലം എനിക്കറിയില്ല. പക്ഷെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് കാതലായ മാറ്റം വരണം. എങ്ങനെ? രക്ഷിതാക്കൾക്കുള്ള ദുരഭിമാനം ഇനി വെട്ടിയണം. എന്താ ദുരഭിമാനം? എങ്ങനെയാപ്പ എന്റെ മോനെ പഠിപ്പിക്കുമ്പോൾ ജോലിക്കയക്കുക അല്ലെ? അതല്ല ചിന്ത. പഠിക്കുമ്പം ജോലിക്കയക്കുക അത് തെറ്റാണ് എന്ന ചിന്ത രക്ഷിതാക്കളുടെ മനസ്സിലുണ്ട്. അത് മാറണം. കുട്ടികളുടെ മനസ്സിലും മാറണം. കുട്ടികളുടെ ചിന്ത അതെന്തിനാപ്പ ജോലിക്ക് പോകേണ്ട കാര്യം? നമ്മുടെ കാര്യമൊക്കെ രക്ഷിതാക്കൾ നൽകൂലേ? ആ ചിന്ത നിങ്ങളും പഠിക്കണം. ഒരു പദ്ധതിയുണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് EWUL എന്നാണ്. എന്താ അത് ഇംഗ്ലീഷിലെ 4 അക്ഷരമാണ്, പക്ഷെ അതിനൊരു വലിയ അർത്ഥമുണ്ട്. ഏൺ വൈൽ യു ലേൺ. എന്ത് ഏൺ വൈൽ യു ലേൺ എന്ന് പറഞ്ഞാല് പഠിക്കുമ്പോൾ പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ സ്വന്തം പൈസ കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഏൺ വൈൽ യു ലേൺ. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളിലെ രക്ഷിതാക്കളുടെ മക്കൾ പഠിക്കാൻ പോകുമ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. എന്റെ നമുക്കിവിടെ പറ്റാത്ത? അതിലേക്ക് നിങ്ങളുടെ മനസ്സ് പാകപ്പെടുത്തണം. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഈ പാഠശാല ഉണ്ടെങ്കിൽ ഹരിയേട്ടൻ മുന്നേ എടുക്കണം. ഷിജു ഖാനും ഹരിയേട്ടനും ആലോചിച്ച് ഇവിടെ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ 2 മണിക്കൂർ 3 മണിക്കൂർ ജോലി ചെയ്ത് അവർക്ക് റീസണബിൾ ആയ സാലറി കൊടുക്കുക, റീസണബിൾ ആയ റെമ്യൂണറേഷൻ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു മാസം കുട്ടിക്ക് ഇത്ര പൈസ കിട്ടും, അവന്റെ വട്ടച്ചെലവം ഒത്തുപോകും. ആ നിലയിലേക്കുള്ള പഠനക്രമത്തെക്കുറിച്ച് സീരിയസ് ആയി നാം ആലോചിക്കേണ്ട ഘട്ടമാണിത്. പലരും പുറത്തേക്ക് പഠിക്കാൻ പോവാ. എന്താ കാരണം? ഇവിടെ പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല. അത് എവിടെ പഠിക്കുന്ന? കാനഡയില്, എവിടെ പഠിക്കുന്ന? ഓസ്ട്രേലിയയില്. പിന്നെ ജഗത്ത് നടപ്പിലാക്കേണ്ടത് ഷിജു ഖാനും സംഘമാണ്. അതിന് സമയം ക്രമീകരിക്കണം. എങ്ങനെ? ഈ രാവിലെ 8 വൈകുന്നേരം വരെ ആയി കഴിഞ്ഞാൽ നടക്കൂല. ഒന്നിക്ക് രാവിലെ 8 മണിക്ക് തുടങ്ങി ഉച്ചക്കൊരു 2 മണിക്ക് അവസാനിപ്പിച്ച് 2 മണിയോടുകൂടി ഭക്ഷണം കഴിച്ച് പിന്നെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ. ജോലി ചെയ്യുന്ന നിൽക്കുമ്പോൾ ചില കുട്ടികളുടെ മുഖമൊക്കെ വാടാൻ തുടങ്ങി. അതിലൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണ്. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യണ്ടേ? പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കണ്ടേ? പുതിയ ചൂരിദാറും സാരിയും മുണ്ടും ഷർട്ടും ജീൻസും ടീഷർട്ടെല്ലാം വാങ്ങിക്കണ്ടേ? അതൊക്കെ പൈസ ഇട്ട് അതിന് നിങ്ങളുടെ രക്ഷിതാക്കളെ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തമായി പണം കണ്ടെത്തുക. അതാണ് ഏൺ വൈൽ യു ലേൺ. അതിവിടെ നിങ്ങൾ കണ്ടെത്തുന്ന വികസനം. നമ്മൾ ആരും അറിയാത്ത കാര്യം അവിടേക്കൊക്കെ പഠിക്കാൻ പോകുന്നതിലൊന്നും ഒരു തെറ്റുമില്ല കേട്ടോ. ഞാൻ ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് പാഠശാലയിലെ വെള്ളറയിൽ വന്നിട്ട് സ്പീക്കർ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു, അയ്യോ പുറത്ത് പഠിക്കാൻ പോകാൻ പാടില്ല. പുറത്ത് പരമാവധി സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ ശ്രമിക്കുക. ഇനി പുറത്ത് പഠിക്കണമെന്ന മോഹം വല്ലാതുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ എന്തായാലും ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എനി പ്ലേസ് ഈസ് ബെറ്റർ ദാൻ മൈ പ്ലേസ് എന്നാണ്. എന്താ? ഏത് സ്ഥലവും എന്നെക്കാൾ നല്ല സ്ഥലമാണ്. കാനഡയിലെ സ്ഥിതി അറിയുന്നത്. കാനഡയിൽ പഠിക്കാൻ പോയി ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ എന്ത് ചെയ്താൽ അവര് കുളന്ന് പറയാൻ കഴിയില്ലല്ലോ, ചെറിയ പുഴയെ കുളിക്കാൻ പോയി. നമ്മുടെ നാട്ടിലെ പുഴയെന്ന് വെച്ച് തുള്ളിയതാ, പിന്നെ അങ്ങ് മരവിച്ചു പോയി. തണുപ്പാണ്, മരിച്ചുപോയി. നമ്മൾ കാണുന്നത് ഇത്രയധികം പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ മറ്റ് ഏത് നാടുള്ളത്? ഇവിടെ ഇപ്പൊ കുറച്ച് ചൂടുണ്ട്, ശരിയാ. കേട്ടാ ഇംഗ്ലീഷ് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ 2 ചോദ്യം തിരിച്ചും മറിച്ചും ഏതെങ്കിലും കമ്പനി ഇംഗ്ലീഷ് ചോദിച്ചാൽ പിന്നെ പെൺകുട്ടികളാകുമ്പോൾ കൈ ഇങ്ങനെയാക്കും. അതെങ്ങനെയാണല്ലോ പെൺകുട്ടികൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആക്കും. ആൺകുട്ടികളാകുമ്പോൾ വേർക്കലിരിക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുക? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആർക്കും വഴങ്ങാത്ത ഭാഷയൊന്നുമല്ല കേട്ടോ. അതിന് ഇംഗ്ലീഷ് പുസ്തകം വായിക്കണം, പത്രം വായിക്കണം. എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലേ? എന്താ മൊബൈലുള്ളത്? ഇൻസ്റ്റാഗ്രാം, പിന്നെന്താ ഫേസ്ബുക്ക്. അതിനും അപ്പുറത്ത് കുറെ സാധനം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്താ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക? നല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചെയ്തൂടെ? ആരും ചെയ്യുന്നില്ല. അത് വേണ്ടേ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊന്നും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പോയി പണിയോടാന്ന് പറയും. കാരണം പുതിയ ജനറേഷനോട്, ഇപ്പൊ പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൽ നമ്മളൊക്കെ ഉള്ളൂ. ഫേസ്ബുക്കില് ഈ ഇരിക്കുന്ന പെൺകുട്ടികളൊക്കെ പോയി അവരിപ്പോ ഇൻസ്റ്റാഗ്രാമിലുള്ളത്. അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ, നമ്മൾ ഫേസ്ബുക്കിൽ പഴഞ്ചന്മാരിങ്ങനെ ഫേസ്ബുക്ക് നോക്കി നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ കാലാണിത്.
സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയപ്പോ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. നിങ്ങളിപ്പോ എന്താണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? ഞാൻ ചുരുക്കി സംസാരിക്കുന്ന പ്രതീക്ഷയിലാണ്. ഞാൻ കുറച്ച് നീട്ടിപ്പിടിച്ച് നിങ്ങളും എല്ലാം അങ്ങ് പോകും. അതുകൊണ്ട് എന്നെ പോലുള്ള പുതുതലമുറയിലെ പൊതുപ്രവർത്തകരെ പാലിക്കേണ്ട മര്യാദ പരമാവധി ചുരുക്കി പ്രസംഗിക്കുക. പരമാവധി ചുരുക്കി പ്രസംഗിച്ചാൽ വെക്കുമ്പോൾ നിങ്ങളുടെ ആൾക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും, നിങ്ങൾ സ്പീക്കറെ തന്നെ വിളിച്ചു, അയാളുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വേഗം നിർത്തിയിട്ട് അങ്ങ് പോകും. വേറെ ചിലരായുള്ള പ്രശ്നം, അവര് കിട്ടിയ ചാൻസും നമ്മളാണ് മുഖത്തിങ്ങനെ നോക്കുകയും ചെയ്തുകൊണ്ട് മൂപ്പുറപ്പെടുന്നില്ല. ഞാനാണ് കാലക്കെടിന് മുമ്പിൽ ഇരുന്നും പോയി എണീച്ചു പോകാൻ കഴിയുന്നില്ല. എണീക്കാൻ പോകുമ്പോൾ എന്റെ മുഖത്തേക്ക് പോകും. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കി പറയാം. അറ്റൻഷൻ സ്പാൻ കുറയും. എന്താ അറ്റൻഷൻ സ്പാൻ? എത്ര മിനിറ്റാ ശ്രദ്ധിക്കുക റീൽസ്?